ജീസസ് സ്കൂൾ കഴിഞ്ഞു വന്ന് ഒരു സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നു. കിട്ടുന്ന സമയമെല്ലാം അവൾ പഠിക്കാനും ശ്രമിക്കുന്നു. കാരണം അവൾ ജോലി കഴിഞ്ഞ് പോകാൻ തന്നെ രാത്രിയാവും. അതിനുശേഷം വർക്ക് കഴിഞ്ഞതും അവൾ തന്റെ ശമ്പളവും വാങ്ങി അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. അപ്പോൾ പെട്ടെന്ന് അവളുടെ കയ്യിലിരുന്ന കാശ് കാറ്റത്ത് പറന്നു പോകുന്നു. അവൾ ഓടി വന്ന് അത് എടുക്കാൻ ശ്രമിക്കുമ്പോൾ അത് വീണ്ടും പറക്കുന്നു. അത് മാത്രമല്ല, അവൾ ഓരോ പ്രാവശ്യവും ആ നോട്ടിനടുത്തേക്ക് പോകുമ്പോൾ ആരോ അത് വലിക്കുന്നത് പോലെ തോന്നുന്നു. അതിനുശേഷം അവൾ അതിനെ ഫോളോ ചെയ്ത് ഒരു പഴയ അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് വരുന്നു. ആ സ്ഥലം കാണുമ്പോൾ തന്നെ ജീസുവിന് പേടി തോന്നുന്നു. പക്ഷെ ആ കാശ് കിട്ടിയില്ലെങ്കിൽ ജീസുവും അവളുടെ അനിയത്തിയും പട്ടിണിയാവും. അതുകൊണ്ട് അവൾ ധൈര്യം സംഭരിച്ച് പാർക്കിനകത്തേക്ക് കയറി ഒരു വിധത്തിൽ ആ കാശ് കണ്ടുപിടിക്കുന്നു. പക്ഷെ അത് എടുക്കാൻ ശ്രമിക്കുമ്പോൾ അത് വീണ്ടും പറന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു മെജീഷ്യന്റെ കയ്യിലെത്തുന്നു. അവനെ കണ്ടതും ജീസു അവിടെ നിന്ന് പേടിച്ചോടുന്നു. അതിനുശേഷം വീട്ടിലേക്ക് വന്ന അനിയത്തിയെ കണ്ടതിന് ശേഷമാണ് അവൾക്ക് സമാധാനമാവുന്നത്. അതേസമയം അനിയത്തി ഇവൾ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരുമെന്ന് വിചാരിച്ച് വിശന്നിരിക്കുകയാണ്. ജീസു വീട്ടിൽ എന്തെങ്കിലും ബാക്കിയിരിപ്പുണ്ടോ എന്ന് നോക്കാൻ തുടങ്ങുന്നു. പക്ഷെ എത്ര നോക്കിയിട്ടും ഒന്നും തന്നെ കിട്ടിയില്ല. അപ്പോൾ ജീസു വിഷമിച്ചിരിക്കുന്നത് കണ്ട അനിയത്തി ഉച്ചയ്ക്ക് അവൾ വയറു നിറയെ കഴിച്ചതുകൊണ്ട് തനിക്കൊന്നും വേണ്ടെന്ന് പറയുന്നു. അത് കേട്ട് ജീസു ചിരിച്ചു കാണിക്കുമെങ്കിലും അവളുടെ ഉള്ളിലെ വിഷമം കൂടുന്നു. അപ്പോൾ പെട്ടെന്ന് അവൾ തന്റെ പോക്കറ്റിൽ ഒരു ഇൻവിറ്റേഷൻ കാർഡ് ഇരിക്കുന്നത് നോട്ട് ചെയ്യുന്നു. പക്ഷെ അത് എന്താണെന്ന് നോക്കുന്നതിനുള്ളിൽ അവരുടെ ഹൗസ് ഓണർ അവിടേക്ക് വരുന്നു. ആക്ച്വലി അവളുടെ അച്ഛൻ ഒത്തിരി നാളുകൾക്ക് മുൻപ് അവരെ തനിച്ചാക്കി പോയി. അതുകൊണ്ട് തന്നെ അവർ വാടക കൊടുത്തിട്ട് മാസങ്ങളായി. ഇപ്പോൾ ആ ഹൗസ് ഓണർ ഒരാഴ്ചയ്ക്കുള്ളിൽ വാടക കൊടുത്തില്ലെങ്കിൽ അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് പറയുന്നു. അതുകൊണ്ട് വേറെ വഴിയില്ലാതെ ജീസു വീണ്ടും ആ പാർക്കിലേക്ക് പോകുന്നു. അപ്പോൾ ആ മജീഷ്യൻ അവളുടെ മുന്നിലേക്ക് വന്ന് നിനക്ക് മാജിക്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഉടനെ ജീസു എനിക്ക് എന്റെ കാശിലല്ലാതെ മറ്റൊന്നിലും ഇൻട്രസ്റ്റ് ഇല്ലെന്ന് പറയുന്നു. ഒരു ബ്ലാങ്ക് പേപ്പറിനെ കാശാക്കി മാറ്റിയ ആ മജീഷ്യൻ ഞൊടിയിടയിൽ അത് രണ്ടാക്കി മാറ്റുന്നു. എന്നാലും ജീസു തന്റെ ഒരു നോട്ട് മാത്രം വാങ്ങിയിട്ട് അവിടെ നിന്ന് പോകുന്നു. അന്ന് രാത്രി അവൾ ജോലി കഴിഞ്ഞ് പോകുമ്പോൾ അവളുടെ ബോസ് ബാക്കിയുണ്ടായിരുന്ന കുറച്ച് ഫുഡ് അവൾക്ക് കൊടുക്കുന്നു. ഉടനെ ഹാപ്പിയായി അതും വാങ്ങി പോകാൻ തുടങ്ങിയ ജീസു വീണ്ടും തിരിച്ചു വന്ന് ബോസിനോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു. അവൾ വാടക കൊടുക്കുന്നതിനായി കുറച്ച് കാശ് അഡ്വാൻസ് ആയി ചോദിക്കുന്നു. അപ്പോൾ അവൾ പറഞ്ഞത് കേട്ട് അലിവ് തോന്നിയ ബോസ് അവൾ ചോദിച്ച കാശ് കൊടുക്കുന്നു. അതുകൊണ്ട് ഹാപ്പിയായ ജീസു വീണ്ടും വീണ്ടും അദ്ദേഹത്തിന് നന്ദി പറയുന്നു. പക്ഷെ അതിനുശേഷമാണ് അയാളുടെ റിയൽ ഫേസ് അവൾക്ക് മനസ്സിലാവുന്നത്. അയാൾ ജീസുവിനോട് മോശമായി ബിഹേവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇരുട്ടിൽ നിന്നൊരു കൈ വന്ന് അയാളെ തടയുന്നു. നോക്കുമ്പോൾ അത് മറ്റാരുമല്ല, ആ മജീഷ്യനാണ്. അയാൾ തന്റെ കേപ്പ് വീശി ജീസുവിന്റെ ബോസിനെ അപ്രത്യക്ഷനാക്കുന്നു. അതേസമയം ഓൾറെഡി പേടിച്ചു നിൽക്കുകയായിരുന്ന ജീസു ആ മജീഷ്യൻ ചെയ്തത് കണ്ട് സ്തംഭിച്ചു നിൽക്കുന്നു.